മറ്റു വാർത്തകളിലേക്ക്. പേരാമ്പ്ര സ്വദേശി അനുവിന്റെ മരണത്തിൽ മലപ്പുറം സ്വദേശി കസ്റ്റഡിയിലായി. കൊണ്ടോട്ടി സ്വദേശി മുജീബാണ് പിടിയിലായത്. മോഷണത്തിനിടെയാണ് കൊലപാതകം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ ബൈക്ക് മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്നും കണ്ടെത്തി. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ പ്രതിയുടെ അക്രമത്തിൽ പോലീസുകാരന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ബലാത്സംഗം ഉൾപ്പെടെ 55 കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ മുജീബ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, ഒരു കൊടും ക്രിമിനലാണ് പിടിയിലായത്. മുജീബ് എന്നയാൾ 55 കേസിൽ നേരത്തെ പ്രതിയാണ്. ഈ കൊലപാതകം മോഷണ ശ്രമത്തിനിടെയാണ് എന്ന് എങ്ങനെയാണ് പോലീസ് ഉറപ്പിക്കുന്നത്? ഒപ്പം അതിക്രൂരമായ രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടത് അനു എന്നുകൂടി പോലീസ് പറയുന്നുണ്ടല്ലോ, വിവരങ്ങൾ. പ്രജിൻ, കൊലപാതകം നടന്ന നൊച്ചാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ തോടിന് സമീപമാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഇവിടെ നിന്നുമാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കൂടുതൽ വെള്ളമുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്രയ്ക്ക് വെള്ളം ഈ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഇവിടെ നിന്നും 800 മീറ്റർ അപ്പുറത്താണ് കൊലപാതകം നടന്നത്. തുടർന്ന് ഈ വെള്ളത്തിലൂടെ മൃതദേഹം ഇവിടേക്ക് ഒഴുകിയെത്തി എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. എന്താണെങ്കിലും ആളുകളെല്ലാം തന്നെ വലിയ ഞെട്ടലിലാണ്. ഇവർ ഈ നാട്ടിൽ വളരെ സമാധാന അന്തരീക്ഷമുള്ളൊരു നാട് കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടായതിന്റെ ഒരു ഞെട്ടലിൽ കൂടിയാണ് ആൾക്കാരുള്ളത്. ഈ മൃതദേഹം കണ്ടെത്തിയ ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു ചൊവ്വാഴ്ച ഇവിടെ നടന്നത്? എന്താണ്? അങ്ങനെ എന്നെ വിളിച്ചിട്ട് വന്നായിരുന്നു. പിന്നെ ഇവിടെ തലേന്ന് കാണണ്ടായി, പിന്നെ പിറ്റേന്ന് 12 മണിക്കാണ് ബോഡി കാണുന്നത്. അപ്പോ പോലീസ് പറഞ്ഞുകൊണ്ട് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ആദ്യം തിരിച്ച് മുഖം കാണിച്ചു കൊടുത്ത്, പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ അതേ തന്നെ വെച്ചതാണ്. പിന്നെ അവിടുന്ന് ഒരു 3/4 മണിക്കൂർ എടുത്ത് കയറ്റിക്കും. പക്ഷെ ഇത് ആൾക്കാർക്ക് കിട്ടിക്കാൻ നല്ലൊരു ശിക്ഷ അയാൾക്ക് കൊടുക്കണം. അയാൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്കിപ്പോ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതാ. ഞങ്ങൾക്കിപ്പോ പിന്നെ പേടിയാ എന്ത് ചെയ്യുമെന്നുള്ള തിരിയുന്നില്ല. പ്രജിൻ, എന്തായാലും മുജീബിനെ അല്പസമയത്തിനുള്ളിൽ സംഭവ സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി എത്തിക്കും. പ്രതി 55 കേസുകളിലെ പ്രതി, ബലാത്സംഗം, മോഷണം ഉൾപ്പെടെ 55 കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. ആളുകളുടെ വലിയൊരു കൂട്ടം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത, ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും പോലീസ് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, ശരി രാഹുൽ, എന്തായാലും ഒരു വലിയ ഭീതി ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കൊലപാതകം, ആ നാടിനെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭീതി കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അവിടുത്തെ പ്രദേശവാസികൾ. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.